തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പീലിക്കോട് പുത്തിലോട്ട് AUP സ്കൂളിൽ വാക്കേറ്റം UDF സ്ഥാനാർത്ഥി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി LDF ആരോപിച്ചു. നിലവിലെ തൃക്കരിപ്പൂർ MLA M രാജഗോപാൽ കയ്യൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 34 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പുത്തിലോട്ട് AUP സ്കൂളിലെ 137 നമ്പർ ബൂത്തിലാണ് UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതായി പരാതി ഉയർന്നത്. UDF ഏജന്റ് കള്ളവോട്ട് ആരോപിച്ചതിനെ തുടർന്നാണ് തർക്കം ഉടലെടുത്തത്. വോട്ട് ചെയ്യാനെത്തിയ ആൾ തന്റെ വോട്ട് തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞതോടെ ബൂത്തിനുള്ളിൽ വാക്കുതർക്കം രൂക്ഷമായി. ഈ സമയത്ത് ബൂത്തിലെത്തിയ സന്ദീപ് വാര്യർ പ്രിസൈഡിംഗ് ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ഉയർന്നത്. സ്ഥാനാർത്ഥിയുടെ ഇടപെടൽ ബൂത്തിനുള്ളിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതയ്ക്കും വാക്കേറ്റത്തിനും കാരണമായി. സംഭവത്തെ തുടർന്ന് LDF പ്രവർത്തകരും മറ്റ് ഏജന്റുമാരും പ്രതിഷേധവുമായി രംഗത്തെത്തി. ബൂത്തിലെ സമാധാനപരമായ അന്തരീക്ഷം തകർക്കാനുള്ള ശ്രമമായി നടന്നതെന്ന് LDF പ്രവർത്തകർ ആരോപിച്ചു. തൃക്കരിപ്പൂർ വൾവക്കാട് ഗവൺമെന്റ് LP സ്കൂൾ 207 നമ്പർ ബൂത്തിലാണ് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VPP മുസ്തഫ വോട്ട് രേഖപ്പെടുത്തിയത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മികച്ച വിജയം ഉറപ്പുവരുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണ പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിച്ച പ്രതികരണം ആ നിലയിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. 2021 തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലത്തിൽ ഇതുവരെയുള്ളതിൽ ഏറ്റവും വലിയ ഭൂരിപക്ഷം LDFന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തവണ അതുക്കും മേലെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് കരുതുകയാണ്. നിലവിലെ തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 34 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. LDF ഗവൺമെന്റിന്റെ തുടർച്ചയുണ്ടാവുമെന്ന് രാജഗോപാലൻ പറഞ്ഞു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വലമായ വിജയത്തിലേക്കുള്ള നാന്ദി കുറിച്ചിരിക്കുകയാണ് കേരളത്തിലെ വോട്ടർമാർ. കേരളത്തിലെ ഇടത് ഗവൺമെൻറ് ഈ പോയ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള വികസന ക്ഷേമ പദ്ധതികൾ അതിൻ്റെ സ്നേഹസ്പർശമേൽക്കാത്ത ഒരു കുടുംബം പോലും കേരളത്തിലില്ല, ഒരു വോട്ടർമാരും. അതുകൊണ്ട് തന്നെ ഈ ജനക്ഷേമ വികസന സർക്കാർ തുടരണമെന്ന താല്പര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, സ്വൈരജീവിതം ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിക്കൊണ്ട് നാടിൻ്റെ ക്രമസമാധാന നില ഭദ്രമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ടേക്ക് പോകുന്നത്. ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ വർഗീയ കലാപങ്ങളില്ലാത്ത, വർഗീയ അസ്വാസ്ഥ്യങ്ങളില്ലാത്ത, ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും എല്ലാം ദിനരാത്രങ്ങളാണ് ഈ കേരളക്കരക്ക് കഴിഞ്ഞ ഒരു ദശാബ്ദം ഈ കേരളത്തിലെ ഇടത് മതേതര സർക്കാർ സമ്മാനിച്ചത്. അതുകൊണ്ട് തന്നെ സ്വൈരജീവിതത്തിനും ക്രമസമാധാന പരിപാലനത്തിനും വികസനക്ഷേമ പദ്ധതികളെല്ലാം തന്നെ അനുഭവിച്ചറിയുന്നതിനും വേണ്ടി കേരളത്തിൽ 3ാം ഭരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന ഒരു തുടർ സർക്കാർ വേണമെന്ന താല്പര്യമാണ് വോട്ടർമാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ വിസ്മയകരമായ ഉജ്ജ്വലമായ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.